എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഷാരിയും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഷാരി രാഹുലോട് പറഞ്ഞു, ഇനി നമ്മൾ മോളുടെ ചിരി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നാന്നറിയാ കാണാൻ പറ്റുന്നത്, നിങ്ങൾ ചാകണം, എന്നാൽ ആ ചിരി എനിക്ക് കാണാൻ പറ്റൂന്ന് പറയണം. ഇതോടൊപ്പം രാഹുൽ പറഞ്ഞു, നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണേ? പിന്നല്ലാതെ ഞാൻ പിന്നെ എങ്ങനെ പറയണം? നിങ്ങളുടെ പെങ്ങളിങ്ങോട്ട് മല മറിച്ച് തരൂന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് എന്തേലും മല മറിച്ച് തന്നോന്ന് ചോദിക്കാം. പിന്നെ രൂപേനെ നീ എത്ര കൊച്ചാക്കി കാണുമൊന്നും വേണ്ട, എന്റെ പെങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം. കണ്ടു, അധികം വൈകാതെ നീയൊക്കെ ആ സത്യം തിരിച്ചറിയുമെന്ന് പറയാ. പിന്നെ അറിഞ്ഞത് തന്നെ, ഞാനൊന്നും പറയണില്ല എന്ന് പറയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു. അതിന് എനിക്ക് ആരുടെ സഹായം വേണ്ടി വന്നില്ല. എനിക്ക് സംശയം തോന്നിയപ്പോ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ മോളും മിക്കവാറും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവളും കണ്ടെത്തും. അങ്ങനെ എങ്ങാനും സത്യം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ സ്വഭാവം മാറുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. എടി, അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പറയണേ. പിന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് എന്തോ അങ്ങോട്ട് ചെയ്തു വെച്ചിരിക്കുമല്ലേന്ന് പറയാം. അതല്ല, അങ്ങനെയാണെങ്കിൽ കൂടെ താമസിക്കുന്നതിനെ കുറിച്ച് അവൾ ഇതിലായിട്ടും തിരിച്ചറിഞ്ഞെന്ന് ചോദിക്കോ. ഓ, അവനെ കുറിച്ചോ, അവന്റെ ചതിയെക്കുറിച്ചോ? അതെ, അവന്റെ ചതിയെക്കുറിച്ച് ഇതിലായിട്ട് അവള് തിരിച്ചറിഞ്ഞിട്ടില്ലോ എന്ന് പറയാം. എന്റെ മനുഷ്യ, അവളുടെ അവന്റെ ഇപ്പോഴത്തെ ആ പോക്കുണ്ടല്ലോ, പണ്ടാരണ്ട് പറഞ്ഞല്ലേ, കണ്ണും കാതില്ലാത്ത പ്രണയമാണ്. അവൾക്ക് അവനോട് എങ്ങനെയാ, പക്ഷെ അവൻ നൈസായിട്ട് തേച്ചോണ്ടിരിക്കോ. അത് അവൾക്ക് മനസ്സിലായിട്ടില്ല. പ്രണയിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഈ പറയുന്നവൻ ഡ്രഗ്സിന് അടിമയാണ് അല്ലെങ്കിൽ മദ്യപിക്കുന്നവനാണോ എന്നൊന്നും ചിന്തിക്കണില്ല. അതുപോലെ തന്നെ നമ്മുടെ മോള് പ്രണയോ അതുപോലെ തന്നെയാണ്, അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാ നമ്മുടെ മോൾക്ക് തെറ്റുപറ്റിയേക്കണെന്ന് പറയണം. ഇത് കേട്ടത് രാഹുലോട്, നീ പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ കണ്ടോ നമ്മുടെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും പറയാം. ഇത് കുറെ കാലമായി മനുഷ്യ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ ആയിട്ടും അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങളെ വിശ്വസിക്കുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് ഷാരി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് രാഹുൽ അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് രാഹുൽ മുറി ചെന്ന് കഴിയുമ്പോഴത്തേനും രാഹുലിന്റെ ഫോണിലേക്ക് രൂപയുടെ കോള് വരുവാണ്. കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ രൂപ പറഞ്ഞു, അതെ, അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയണേ. സത്യമാണോ പറയണെന്ന് നിൽക്കും. അതേന്ന് പറയണ, വെറുതെ അല്ല, കിരണും കല്യാണിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന കണ്ടെന്ന് പറയണം. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ആ സീരിയസ് ആണെന്നാ കേട്ടെന്ന് പറയണം. എന്നാ നീ പേടിക്കണ്ട, അധികം വൈകാതെ തന്നെ ആ സന്തോഷ വാർത്ത തേടിയെത്തും. കാരണം അത്രയ്ക്ക് മാരകമായിട്ടുള്ള വിഷം ഉള്ളിച്ചെന്നിരിക്കുന്നത്, അയാൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു ചാൻസും ഇല്ലെന്ന് പറയണം. എന്നിട്ട് നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറയണം. അപ്പം നീ എങ്ങനെയാ അയാളെ കൊണ്ടുപോയെന്ന് ചോദിക്കാം. ഞാനല്ല കൊണ്ടുപോയത്, ദേ ഇവിടെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു, ഡ്രൈവറെ കൂട്ടി പറഞ്ഞു വിട്ടത്. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരെയും കൂടെ വിളിച്ച് ആ കൂടെ കയറ്റി വിട്ടെന്ന് പറയണം. രൂപേ, നീ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സംശയം തോന്നുകയല്ലേ ഇനിയിപ്പം? എങ്ങാനും അയാൾക്കല്ല കൂടെയുള്ളവർക്ക് സംശയം തോന്നില്ലെന്ന് ചോദിക്കുക. സംശയമൊന്നും തോന്നത്തൊന്നുമില്ല, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, എനിക്ക് അങ്ങോട്ട് വയ്യ പോയാടെ പോയി അഭിനയിക്കാൻ എന്നൊക്കെ രൂപ പറയണം. ശരി ശരി, എന്നാ നീ വെച്ചോളാൻ പറഞ്ഞിട്ട് രാഹുൽ കോള് കട്ട് ചെയ്യണം. ഈ സമയം ആൽബി സോണിയും കൂടെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്നാലും എങ്ങനെ തോന്നി ഇത്ര ദുഷ്ടനാവാനായിട്ട് അയാൾക്ക്? സോണി പറഞ്ഞു, ഒന്ന് വല്ലേലും അമ്മയുടെ ആങ്ങളെയല്ലേ, എന്നിട്ട് അയാൾ ഇത്ര ദുഷ്ടനായി പോയല്ലെന്ന് പറയണേ. എന്ത് ചെയ്യാനാ മോളെ? ഇത് കേട്ടപ്പോ ആൽബി പറഞ്ഞു, അയാൾ ഇതല്ല, ഇതിനപ്പുറവും ക്രൂരതയും എനിക്കറിയാം, എന്റെ ഡാഡിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്കിള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിള് ഓരോന്ന് പറഞ്ഞിങ്ങനെ കരയും. കാരണം അന്നൊക്കെ രൂപാന്റെ ആയിട്ട് പിണങ്ങിയിരിക്കുമല്ലായിരുന്നോ? ആ സമയത്തൊക്കെ അങ്കിൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നറിയാവോ? അന്നൊക്കെ പക്ഷേങ്കില് എന്റെ ഡാഡി പറയും, എല്ലാം ശരിയാവുന്നൊരു ദിവസം വരും എന്നൊക്കെ അങ്കിളിനോട് പറഞ്ഞ് അങ്കിളിനെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇപ്പഴാ ദിവസം വന്നെന്ന് പറയാൻ. രൂപ പറഞ്ഞു, അത് ശരിയാ, ഇപ്പഴാ അതിനുള്ള സമയം വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ വന്ന എന്റെ ഭർത്താവയെ ചന്ദ്രേട്ടനെ ഇറക്കി വിട്ടത് അയാള് രാഹുൽ എന്ന് പറയാൻ ദുഷ്ടന്. ഈ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ അയാളോട് പകരം ചോദിക്കാനായിട്ട് പോവാ. അയാൾ സന്തോഷിക്കട്ടെ, അയാൾ കുറേം കൂടെ അങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സോണി പറഞ്ഞു, അത് ശരിയാ, എത്രയോ കാലം അമ്മ അച്ഛനും കൂടെ പിരിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളും മക്കള് പോലും അച്ഛനെ നിരപരാധിത്വം വെളിപ്പെടുന്ന എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. ഞങ്ങൾ പോലും വിശ്വസിച്ചിരുന്നില്ല അച്ഛനെ. എത്ര വലിയ പാവ അച്ഛനോട് ചെയ്ത്, എന്നിട്ട് പോലും അച്ഛൻ നമ്മൾക്കായിട്ട് കാത്തിരുന്നു. അതൊക്കെ ഇപ്പൊ ചിന്തിക്കുമ്പോ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോവാന്ന് പറയണേ. വേണ്ട, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് ആൽബി ഇങ്ങനെ പറയാണ്. ആ സമയം രാഹുൽ ഇങ്ങനെ ചിരിക്കുവാണ്. ഈ ചിരി കണ്ടോണ്ടാണ് സരയും മനോഹരൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, അല്ല, ഈ പേ പിടിച്ച നായകളൊക്കെ ഈ ചൂട് കൂടുമ്പത്തേനും പേ ഇളകുമെന്ന് പറയുന്നത് കേട്ടു. എന്ന് പറഞ്ഞ പോലെ നിന്റെ അച്ഛനും വല്ല പേ ഇളകിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. സരയെ പറഞ്ഞു, ആര് കണ്ടു? പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും സര ചോദിച്ചു, ഇതെന്ത് പറ്റിയാച്ചാ, അച്ഛൻ എന്തിനാ ചുമ്മാ ചിരിക്കണമെന്ന് ചോദിക്കാം. എന്റെ മോളെ, സന്തോഷം ഒരു സമയമല്ലേന്ന് ചോദിക്കാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മനോഹർ, സന്തോഷം? അതെ, അധികം വൈകാതെ തന്നെ കണ്ടു ഒരു മരണം നമ്മൾ കേൾക്കൂന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും
മനോഹർ ഒന്ന് രാഹുലിനെ നോക്കുകയാണ്. ഈ നോട്ടത്തിന് അർത്ഥം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിനോട് ചോദിച്ചു, എന്താണ് നീ നോക്കണേ? അല്ല ഞാനോർത്തിനി ഇപ്പൊ എന്നെ കൊല്ലാൻ വല്ല പ്ലാൻ ഇട്ടിട്ടുണ്ടോന്ന്. അതോ, അതിപ്പോ അധികം വൈകാതെ തന്നെ നടക്കൂടാ, നിനക്കിനി അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ട സാരിയെ പറഞ്ഞു, ഓഹോ, അപ്പൊ എന്റെ മനുവേട്ടനെ കൊന്നിട്ട് ആ കിരൺ എന്ന് പറയുന്നവൻ തന്റെ തലയിലേക്ക് എന്നെ കെട്ടിവെക്കാനായിരിക്കും അല്ലേ? അത് സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട അച്ഛാ. അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും ഓർത്തിരുന്ന അച്ഛന്റെ ഭ്രാന്തിന് ഇതുവരെയായിട്ട് ഒരു കുറവ് വന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു, മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ല. പിന്നെ എങ്ങനെ പറയണം അച്ഛാ? ആ കിരണും കല്യാണം ഇതുവരെയായിട്ട് അച്ഛനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലോ. അച്ഛൻ അവരോടൊപ്പം നിൽക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, മോളെ നീ വിഷമിക്കല്ലേ, മോൾക്ക് സന്തോഷ വാർത്ത എന്ന് കിട്ടുമെന്ന് പറയാം. സന്തോഷ വാർത്ത? അതെ, ഞാൻ മോളുടെ അമ്മേനെയും കൂടി ഒരു സ്ഥലത്തേക്ക് വിളിക്കും, അങ്ങോട്ടേക്കൊന്ന് വരണം, ഒരു മരണത്തിൽ നമുക്ക് പങ്കെടുക്കാനുണ്ട്, മോൾക്ക് സന്തോഷം വരണേന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് മനോഹർ സരുവിനോട് പറഞ്ഞു, ഇതേ നിന്റെ അച്ഛൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ നീ ആ കിരണിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്താലും നിന്റെ അച്ഛൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? അതാണ് ഇത് തറപ്പിച്ച് പറയണമെന്ന് ചോദിക്കാം. ആർക്കറിയാന്നും പറഞ്ഞുകൊണ്ട് സരു നേരെ ചെല്ലുന്ന ഷാരിയുടെ അടുത്തേക്കാണ്. പിന്നീട് ഷാരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അല്ലമ്മേ, നിങ്ങളുടെ ഭർത്താവിന് എന്താ ഭ്രാന്തായെന്ന് ചോദിക്കണം. എന്താ അങ്ങനെ പറഞ്ഞു? അങ്ങനെ അവിടെ നിന്ന് തന്നെ ചിരിക്കുവോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയണം. എന്റെ പൊന്നു മോളെ എന്ത് ചെയ്യാനാന്ന് പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരയോ പറഞ്ഞു, ഒന്നിനും ഒരു ഉപകാരം ഇല്ലാത്തൊരു അച്ഛൻ ഇങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. മോളെ അങ്ങനെ പറയരുത്, ഒരു കാലത്ത് നിന്റെ അച്ഛൻ ഭയങ്കര പ്രൗഢിയോടും പ്രതാപത്തോടും കൂടി ഇരുന്ന അങ്ങേർക്ക് ഇത് എന്ത് പറ്റിയെന്ന് പോലും എനിക്ക് അറിയില്ലാത്തോളെന്ന് പറയണം. എനിക്കറിയാം, കുറെ കാലം ആ ചന്ദ്രസേനെ പറ്റിച്ച് നടന്നല്ലേന്ന് ചോദിക്കണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാരി ഒന്ന് ഞെട്ടി. അപ്പൊ ഇവള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ സമയം സരിയു ശാരിയുടെ മനസ്സറിഞ്ഞിട്ട് എന്നോടും പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, പകല് പോലെ വ്യക്തമായ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ. ആ ചന്ദ്രസേനൻ തെറ്റുകാരനല്ല, എന്റെ അച്ഛൻ ആ തെറ്റുകാരനാണെന്നുള്ള കാര്യമൊക്കെ. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറയണം. ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു, നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ അതുപോലെ അയാളെക്കുറിച്ച് പറയാൻ തന്നെ എനിക്കിപ്പം നാണക്കേടായി തുടങ്ങിയെന്ന് പറയണം. ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും എന്റെ അച്ഛനെന്ന് പറയുന്നതിന് ആരെങ്കിലും തല്ലിക്കൊല്ലാനുള്ള ചാൻസും കൂടുതലുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശാരി പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, അങ്ങനെയൊക്കെ ആയിപ്പോയി, നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. നിങ്ങളാരും ചെയ്യില്ലെന്ന് എനിക്കറിയാം, എനിക്ക് ചെയ്യേണ്ട എന്താന്ന് എനിക്കറിയാമെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളെ ഒരിടത്തേക്ക് വിളിപ്പിക്കൂന്ന്, അങ്ങോട്ട് ചെല്ലണമെന്ന്. എന്തിനാ ഏതാണെന്നും എനിക്കറിയത്തില്ല, ഇനി അടുത്ത ഇടാ കൂടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോന്നും അറിയത്തില്ല, എന്ത് വന്നാലും അവസാനം പാരയായിട്ട് നമുക്ക് തന്നെയല്ലേ വരത്തുള്ളൂ എന്നും പറഞ്ഞോണ്ട് സരിയും അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് കിരണും കല്യാണിയും താരയും കൂടെ രൂപേനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ രൂപ ആൽബി സോണിയൊക്കെ ഓടിയിറങ്ങി ചെല്ലുവാണ്. ആ താരനെ കണ്ട് കെട്ടിപ്പിടിച്ചു രൂപ. പിന്നീട് പറഞ്ഞു, അതെ നിന്റെ എല്ലാ പ്രശ്നത്തിനും ഇനി പരിഹാരം ഉണ്ടാകുക. ആ ദുഷ്ടൻ രാഹുൽ ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ പൂട്ടാൻ പോവാ. ഇന്ന് ഇവിടെ കോടതിയാണ്, ഈ കോടതി വെച്ച് നമ്മൾ അയാളെ വിചാരണ ചെയ്ത് അയാളെ നമ്മൾ വലിച്ചു കയറാനായിട്ട് പോവാം. ആ സമയത്ത് നിനക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ നീ ധൈര്യപൂർവ്വം ചോദിച്ചോണം, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നൊക്കെ പറയണം. അത് കേട്ടതും കല്യാണി പറഞ്ഞു, അത് ശരി അമ്മയെന്ന് പറയണം. എത്രയോ കാലം എന്നെ ചന്ദ്രേട്ടൻ തമ്മിൽ പിരിച്ചു കഴിച്ച അയാള്, അപ്പൊ അയാൾക്കിട്ടുള്ള പണി നമ്മൾ കൊടുക്കാൻ പോന്നെ. പിന്നെ നിന്റെ ജീവിതം എന്റെ ജീവിതം ഒരുപോലെ അയാൾ തകർത്തല്ലേ. എന്നിട്ടോ അയാൾ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നല്ലവണ്ണം ജീവിതം അങ്ങോട്ട് ആസ്വദിച്ചു അയാളുടെ മകളോടും ഭാര്യയോടും ഒപ്പം. എന്നിട്ടോ നമ്മളെ കൊണ്ട് കുടുക്കിലേക്ക് പെടുത്തുകയും ചെയ്തു. അപ്പൊ അയാൾക്കിട്ടുള്ള പണി വേണം നമ്മൾ കൊടുക്കാനെന്ന് പറയണം. ഇത് കേട്ടപ്പോ താരയ്ക്ക് സന്തോഷമായി. ആരി പറഞ്ഞു, അത് ശരിയാമ്മേ, ഇനി നമ്മൾ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അതെ, ഇനി അടുത്ത മെസ്സേജ് അയക്കാനുള്ള സമയമായെന്ന് പറയണം. അടുത്ത മെസ്സേജും കൂടെ അയച്ചേക്കാൻ പറയണം. ഈ സമയം രാഹുൽ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് രാഹുലിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. രൂപയുടെ മെസ്സേജ്. അയാളുടെ കാര്യം തീർന്നു, അയാൾ പോയെന്ന് പറയണം. ഇത് കേട്ടതും അവിടെ ഇരുന്ന് രാഹുലും കൂടെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുവാണ്. ചിരി കേട്ടോണ്ട് ഷാരി അങ്ങോട്ടേക്ക് ആദ്യം വരുന്നത്. എന്താ മനുഷ്യ, നിനക്ക് പിന്നെയും ഭ്രാന്തളകിയോന്ന് ചോദിക്കുക. എടി ഭ്രാന്തളകിയിട്ടൊന്നുമില്ല, ഒരു സന്തോഷ കാര്യം നടന്നു പറയണം. സന്തോഷ കാര്യമാ. അപ്പൊ തന്നെ സരയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. മോളെ നീ സന്തോഷിക്കുക കേട്ടോ, ഇന്നത്തോടു കൂടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരൂന്ന് പറയണം. അച്ഛനും വീണ്ടും ഭ്രാന്തായെന്ന് തോന്നമ്മേന്ന് പറയണം. മോളെ ഇത് ഭ്രാന്ത് പറയുന്നൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കഴിയുമ്പത്തേനും ഒരു സ്ഥലത്തേക്ക് വിളിക്കും, അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാം. എങ്ങോട്ടേക്ക്? രൂപയുടെ വീട്ടിലേക്കാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാരിക്ക് സരവിനും ഒന്നും മനസ്സിലായില്ല. ഇതും പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എന്റെ മോളെ, ഇയാൾ ഇത് എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചേക്കുന്ന ആർക്കറിയാം, എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ട്, തിരിച്ച് തല്ല് കിട്ടാതെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഷാരി പറയാണ്. പിന്നീട് രാഹുൽ നേരെ പോകുന്ന റീത്ത് വാങ്ങാനായിട്ടാണ്. റീത്ത് വാങ്ങാനായിട്ട് കടയിലേക്ക് ചെന്നു. അങ്ങനെ റീത്തൊക്കെ വാങ്ങി നോക്കി. കൊള്ളാം, സൂപ്പർ റീത്ത്, ഇതും കൊണ്ട് പോവാം എന്നൊക്കെ കരുതിയിട്ട് റീത്തൊക്കെ എടുത്ത് വണ്ടിയെ വെക്കുന്ന സമയത്താണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രകാശനെ കണ്ടത് ഭയങ്കര സന്തോഷത്തോടെ രാഹുൽ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എടാ പ്രകാശ, ഒരു സന്തോഷ വാർത്തയാണെന്ന് പറയണേ. എന്താ? നമ്മുടെ രണ്ടുപേരുടെ പൊതുശത്രു അങ്ങനെ തീർന്നു കിട്ടിയെന്ന് പറയണം. പൊതുശത്രുവോ? അതാരാ?
മനസ്സിലായില്ലേ? ആ ചന്ദ്രസേനൻ അയാളെ തീർന്നെന്ന് പറയാണ്. അയാൾക്കുള്ള റീത്തും വാങ്ങിക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം. ഇത് കേട്ടതും ഒരു ഞെട്ടലോടുകൂടി പ്രകാശൻ രാഹുലിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.